ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. പുതിയ ദേവാലയം. ദാരിയൂസ് രാജാവിന്റെ 2-ാം ഭരണവർഷം 7-ാം മാസം 21-ാം ദിവസം പ്രവാചകനായ ഹഗ്ഗായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദായുടെ ദേശാധിപതിയായ ഷെയാൽത്തിയേലിന്റെ മകൻ സെറുബ്ബാബേലിനോടും യഹോസദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവയോടും ജനത്തിൽ അവശേഷിക്കുന്നവരോടും പറയുക, ഈ ആലയത്തിന്റെ പൂർവമഹിമ കണ്ടിട്ടുള്ളവരായി നിങ്ങളിൽ ആരുണ്ട്? ഇപ്പോൾ ഇതിന്റെ സ്ഥിതി എന്താണ്? തീരെ നിസ്സാരമായിട്ട് തോന്നുന്നില്ലേ? എങ്കിലും സെറുബ്ബാബേൽ ധൈര്യമായിരിക്കുക, യഹോസദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവ ധൈര്യമായിരിക്കുക. ദേശവാസികളെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, പണിവിൻ, ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വെള്ളി എന്റേതാണ്, സ്വർണവും എന്റേതാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ആലയത്തിന്റെ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ദാരിയൂസിന്റെ 2-ാം ഭരണവർഷം 9-ാം മാസം 24-ാം ദിവസം പ്രവാചകനായ ഹഗ്ഗായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, പുരോഹിതന്മാരോട് ഈ പ്രശ്നത്തിന് ഉത്തരം ചോദിക്കുവിൻ. ആരെങ്കിലും തന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് വിശ്വസ്ത മാംസം പൊതിയുകയും ആ വസ്ത്രാഞ്ചലം കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ മറ്റേതെങ്കിലും ഭക്ഷ്യസാധനമോ സ്പർശിക്കുകയും ചെയ്താൽ അവ വിശുദ്ധമാകുമോ? ഇല്ല, പുരോഹിതന്മാർ പറഞ്ഞു. ഹഗ്ഗായി ചോദിച്ചു, ശവശരീരത്തിൽ സ്പർശിച്ച് അശുദ്ധനായ ഒരുവൻ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ സ്പർശിച്ചാൽ അത് അശുദ്ധമാകുമോ? അശുദ്ധമാകും, അവർ പറഞ്ഞു. അപ്പോൾ ഹഗ്ഗായി പറഞ്ഞു, ഈ ജനവും രാജ്യവും എന്റെ മുമ്പിൽ അങ്ങനെ തന്നെയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, അപ്രകാരം തന്നെ അവരുടെ പ്രവൃത്തികളും അവർ അർപ്പിക്കുന്ന കാഴ്ചകളും അശുദ്ധമാണ്. കർത്താവിന്റെ ആലയത്തിനു വേണ്ടി കല്ലിന്മേൽ കല്ലു വെക്കുന്നതിനു മുമ്പ് ഇന്ന് വരെ നിങ്ങൾ എങ്ങനെ വ്യാപരിച്ചിരുന്നെന്ന് ചിന്തിക്കുവിൻ. എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി? 20 അളവ് ധാന്യം കൂട്ടിയിരിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ 10 അളവേ കാണാനുള്ളൂ. 50 അളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ 20 അളവേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആകയാൽ ഇന്നു മുതൽ 9-ാം മാസം 24-ാം ദിവസം മുതൽ കർത്താവിന്റെ ആലയത്തിന് കല്ലിട്ട അന്ന് മുതൽ എങ്ങനെ ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ മാസം 24-ാം ദിവസം ഹഗ്ഗായിക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദായുടെ ദേശാധിപതിയായ സെറുബ്ബാബേലിനോട് പറയുക, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കാൻ പോകുന്നു. രാജ്യങ്ങളുടെ സിംഹാസനങ്ങൾ ഞാൻ തകർക്കും. ജനതകളുടെ സിംഹാസനങ്ങളുടെ ശക്തി ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. അവരുടെ രഥങ്ങളെയും സാരഥികളെയും ഞാൻ മറിച്ചിടും. കുതിരകളും കുതിരപ്പുറത്തിരിക്കുന്നവരും സഹയോദ്ധാക്കളുടെ വാളിനിരയാകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഷെയാൽത്തിയേലിന്റെ മകനും എന്റെ ദാസനുമായ സെറുബ്ബാബേലേ, അന്ന് ഞാൻ നിന്നെ എന്റെ മുദ്രമോതിരം പോലെയാക്കും. എന്തെന്നാൽ
ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു.